വളപട്ടണത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 1 കോടി രൂപയും 300 പവനും ലിജീഷ് സൂക്ഷിച്ചത് പൊന്നുപോലെയായിരുന്നു. കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് ലിജീഷ് പണവും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് സംഭവം നടക്കുന്നത്. അയൽവാസിയുടെ വീട്ടിൽ നിന്നുമാണ് പ്രതി മോഷണം നടത്തിയിരിക്കുന്നത്. പ്രതി മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവ്യക്തമായ ദൃശ്യങ്ങളെ റൂമിൽ കയറിയ ശേഷം കർട്ടൻ വലിച്ചു നീക്കുന്ന പ്രതിയുടെ ദൃശ്യമാണുള്ളത്. പ്രതിയെ പിടിച്ചതിന്റെ സന്തോഷസൂചകമായി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. പ്രതിയായ ലിജീഷിനെ ആർക്കും മുൻപൊരിക്കലും സംശയം തോന്നിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടക്കാലത്ത് ഇയാൾ ഗൾഫിലായിരുന്നുവെന്നും മറ്റൊരു കവർച്ചാ കേസിലെ പ്രതിയാണെന്നും അറിഞ്ഞപ്പോൾ ആശ്ചര്യമാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ലിജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മോഷണം നടന്ന സാഹചര്യവും രീതിയും പരിശോധിച്ചപ്പോൾ വീടിനെ പറ്റി ധാരണയുള്ള ഒരു വ്യക്തിയാണ് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു. CCTVയിൽ പെടാതെ അതിവിദഗ്ധമായിരുന്നു മോഷണം. എവിടെയെല്ലാം ക്യാമറകൾ ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞതുപോലെയായിരുന്നു മോഷണ രീതി. ശേഷം വീടിന് പിന്നിലെ റെയിൽവേ ട്രാക്കിലൂടെ മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷണം നടന്നയിടത്തു നിന്നും ലഭിച്ച ഒരു ചുറ്റികയും കൂടിയാണ് പോലീസിന് നിർണായക തുമ്പായി മാറിയത്. ഇവയെല്ലാം പരിശോധിച്ച പോലീസ് പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. ഇതോടെ ലിജീഷിലേക്ക് അന്വേഷണം എത്തുകയും പിടിയിലാവുകയും ചെയ്യുകയായിരുന്നു. ഇയാളിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണാഭരണവും പണവും കണ്ടെത്തി. അരി വ്യാപാരിയായ വളപട്ടണം മന്ന അഷ്റഫിന്റെ വീട്ടിൽ നിന്നായിരുന്നു 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മോഷണം നടക്കുന്നത്. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഈ ഒരു മോഷണം ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാവുന്നില്ല. കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി പ്രതിയും കൂട്ടി പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്.